പ്രിയ വിദ്യാർത്ഥികൾക്ക് സംസ്കൃതിയുടെ മറ്റൊരു ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ലെഞ്ചോയുടെ ആ പാഠത്തിൽ ലെഞ്ചോ എന്ത് ചെയ്യുന്നു, തന്റെ കഷ്ടപ്പാടുകളൊക്കെ അറിയിച്ചുകൊണ്ട് ദൈവത്തിന് ഒരു കത്തെഴുതാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ലെഞ്ചോ കത്തൊക്കെ എഴുതി എന്ത് ചെയ്യുന്നു, പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുന്നു. അവിടുത്തെ പോസ്റ്റ് മാസ്റ്റർ എന്താണ്, അവിടുത്തെ എംപ്ലോയീസ് ഒക്കെ അത് കാണുന്നു. അവർക്ക് എന്ത് ചെയ്യുന്നു, അവര് ലെഞ്ചോയെ എന്താണ് കളിയാക്കുന്ന പോലെയല്ല, ലെക്ചർ കണ്ടിട്ട് ദൈവത്തിന് ഒരു കത്തെഴുതുന്നത് കണ്ടിട്ട് എന്ത് ചെയ്യുന്നു, അവർ ഭയങ്കരമായിട്ട് ചിരിക്കുകയൊക്കെ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതുവരെയുള്ള ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നമുക്ക് ബാക്കി എന്താണെന്നുള്ള കാര്യങ്ങൾ ഇനി നോക്കിക്കോളൂ. The postmaster came up with an idea, sent a reply to Lenjo from God, but he needed something more than goodwill, ink and paper to answer the letter. Okay, അപ്പോ ലെക്ചർ ആര് കണ്ടു? പോസ്റ്റ് മാസ്റ്റർ കണ്ടു. എന്താണ്, പുള്ളിക്കാരൻ ഒരു നല്ല മനസ്സിനുടമയായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ എന്ത് തീരുമാനിച്ചു, നമ്മുടെ ലെഞ്ചോയ്ക്ക് എന്ത് ചെയ്യാം, ലെഞ്ചോയ്ക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം എന്നുള്ളൊരു ഒരു ഐഡിയ അയാളുടെ മനസ്സിൽ, അതായത് എന്താണ്, അയാളുടെ മനസ്സിലേക്ക് ഒരു ഐഡിയ കടന്നു. നോക്കി, പോസ്റ്റ് മാസ്റ്റർ കെയിം അപ്പ് വിത്ത് ആൻ ഐഡിയ, അയാളുടെ മനസ്സിലേക്ക് ഒരു ഐഡിയ വന്നു. നോക്കി, സെൻഡ് എ റിപ്ലൈ ടു ലെഞ്ചോ ഫ്രം ഗോഡ്. എന്താണ് ഐഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ദൈവം റിപ്ലൈ കൊടുക്കുന്നത് പോലെ എന്ത് ചെയ്യാം, ലെഞ്ചോയ്ക്ക് ഒരു കത്ത് എഴുതാം. കത്തെഴുതി എന്ത് ചെയ്യാം, ഒരു മറുപടി കൊടുക്കാം. റിപ്ലൈ എന്ന് പറഞ്ഞാൽ മറുപടി. ഓക്കെ, അപ്പൊ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വരുന്ന മറുപടി പോലെ എന്ത് ചെയ്യാം, ലെഞ്ചോയ്ക്ക് ഒരു റിപ്ലൈ ലെറ്റർ, ഒരു മറുപടി കത്ത് എഴുതാം എന്നുള്ള ഒരു ഐഡിയ ആരുടെ മനസ്സിലേക്ക് വന്നു, നമ്മുടെ പോസ്റ്റ് മാസ്റ്ററിന്റെ മനസ്സിലേക്ക് വന്നു. നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്, നമ്മുടെ ഈ പോസ്റ്റ് ഓഫീസിലെ, ഇപ്പൊ പോസ്റ്റ് ഓഫീസിലെ എന്താണ് ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുന്നത്, പോസ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പോസ്റ്റ് മാസ്റ്ററിന് എന്ത് ചെയ്യാം, അയാൾക്ക് എന്ത് ചെയ്തു, അയാൾക്ക് ഒരു ഐഡിയ വന്നു, എന്ത് ചെയ്യാം, ലെഞ്ചോയ്ക്ക് ഒരു റിപ്ലൈ ലെറ്റർ എഴുതാം എന്നുള്ള ഒരു ഐഡിയ വന്നു. ഓക്കെ, ബട്ട് ഹി നീഡഡ് സംതിങ് മോർ ദാൻ ഗുഡ് വിൽ. പക്ഷേ അങ്ങനെ ഒരു ലെറ്റർ എഴുതിയത് കൊണ്ട് ലെഞ്ചോയുടെ കഷ്ടപ്പാടുകൾ മാറും. അതായത് ഗുഡ് വില്ല്, അതായത് എന്താണ്, നല്ല മനസ്ഥിതി പോരാ അല്ലേ, ഒരു സഹായ മനസ്ഥിതി മാത്രം തോന്നിയാൽ പോരാ. അങ്ങനെ ഒരു സഹതാപം കാണിച്ചുകൊണ്ട് ഒരു ലെറ്റർ എഴുതിയാൽ മാത്രം മതി, അത് പോരാ എന്ന് നമ്മുടെ പോസ്റ്റ് മാസ്റ്ററിന് തോന്നി. ഓക്കെ, ഇങ്ക് ആൻഡ് പേപ്പർ ടു ആൻസർ ദ ലെറ്റർ. അതായത് ഒരു നല്ലൊരു മനസ്സും, അതായത് നല്ലൊരു സഹായ മനസ്ഥിതിയും, അതുപോലെ എന്താണ് ഒരു ലെറ്ററും എഴുതിയത് കൊണ്ട് മാത്രം നമ്മുടെ ലെഞ്ചോടെ എന്താണ് കഷ്ടപ്പാടുകൾ തീരും. അപ്പൊ അത്ര മാത്രം പോരാ. ഓക്കെ, he took a collection from the employees of the post office. അപ്പോൾ നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന എംപ്ലോയീസ് അല്ലെ, അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരുടെ അവരുടെ കളക്ഷനിൽ നിന്നും, അവരുടെ സാലറിയിൽ നിന്നും, അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും ഒരു ഭാഗം എന്ത് ചെയ്തു, നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ പിടിച്ചു, എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, he himself gave a part of his salary. എന്നിട്ട് അത് കൂടാതെ നമ്മുടെ പോസ്റ്റ് മാസ്റ്ററിന്റെ സാലറി ഉണ്ടല്ലോ, അയാളുടെ ശമ്പളം ഉണ്ടല്ലോ, അതിൽ നിന്നും ഒരു ഭാഗം എന്ത് ചെയ്തു, നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ എടുത്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു, എന്നിട്ട് അത് നമ്മുടെ ലെഞ്ചോയ്ക്ക് അയച്ചു കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് കേട്ടോ. ബാക്കി നോക്കിക്കോളൂ. ബട്ട് ഇറ്റ് വാസ് ഇമ്പോസിബിൾ ഫോർ ഹിം ടു പുട്ട് ടുഗദർ 100 pesos. പക്ഷെ എത്രയൊക്കെ കളക്ഷൻ ചേർത്തിട്ടും, എത്രയൊക്കെ സാലറിയുടെ ഭാഗമായിട്ട് എടുത്തിട്ടും 100 pesos കൊടുക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അപ്പൊ 100 pesos നിങ്ങൾ ആലോചിച്ചോളാം, ആ ഒരു വലിയൊരു എമൗണ്ട് ആണ് 100 pesos. ഓക്കെ, അപ്പൊ 100 pesos എന്താണ് സ്വരുക്കൂട്ടുക എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ച് ഇമ്പോസിബിൾ ആയിട്ട്, എന്നാലും തന്നാൽ കഴിയുന്ന ഒരു ഭാഗം അയാൾ എന്ത് ചെയ്തു, അയാൾ കണ്ടെത്തി. He was able to send the farmer only 70 pesos. അപ്പൊ 100 pesos കൊടുക്കാൻ പറ്റിയില്ല, പകരം അയാൾ എത്ര രൂപ കൊടുത്തേ, 70 pesos എന്ത് ചെയ്തു, ആ ഫാർമറിന്, ലെഞ്ചോ എന്ന് പറയുന്ന ആ ഫാർമറിന് അയച്ചു കൊടുത്തു. ഓക്കെ, he put the money in an envelope addressed to ലെഞ്ചോ. അപ്പോ മണി എവിടെയാണ് ഇട്ടത്, ആ പൈസ എവിടെയാണ് വെച്ചിരുന്നത്, അതായത് നമ്മുടെ ആ ലെഞ്ചോയുടെ അഡ്രസ് എഴുതിയിരുന്ന എൻവലപ്പില്ലേ, ആ എൻവലപ്പിൽ നിന്നും അഡ്രസ് എടുത്തിട്ട് പുതിയൊരു കവറിലാക്കിയിട്ട് എന്ത് ചെയ്തു, ആ റിപ്ലൈ ലെറ്ററും അതുപോലെ ഈ പൈസയും കൂടി ആർക്ക് അയച്ചു, ലെഞ്ചോയുടെ അഡ്രസ്സിലേക്ക് പോസ്റ്റ് ചെയ്തു, അയച്ചു കൊടുത്തു. ഹി സെൻഡ് എ ലെറ്റർ എലോങ് വിത്ത് ഇറ്റ്. അപ്പോൾ പൈസ മാത്രമല്ല, അതിനോടൊപ്പം ഒരു ലെറ്ററും എന്ത് ചെയ്തു, നമ്മുടെ പോസ്റ്റ് ഓഫീസിലുണ്ടായിരുന്ന എംപ്ലോയീസും പോസ്റ്റ് മാസ്റ്ററും കൂടി എന്ത് ചെയ്തു, എഴുതി അതിനകത്ത് വെച്ച് എന്ത് ചെയ്യാണ്, അയച്ചു കൊടുക്കുകയാണ് ലെഞ്ചോയ്ക്ക്. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻഡ് ഓൺലി എ സിഗ്നേച്ചർ കോഡ്. അപ്പോൾ അതിനകത്ത് ഒരു സിഗ്നേച്ചർ മാത്രമേ ഉണ്ടായിരുന്നു, ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഉണ്ടായിരുന്നത് എന്താണ്, ഒരു സിഗ്നേച്ചറാണ്. ആരുടെ സിഗ്നേച്ചർ, ഗോഡ് എന്ന് എഴുതിയ ഒരു സിഗ്നേച്ചർ, ഒരു ഒപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. അടുത്ത ഭാഗം എന്താണെന്നുള്ള കാര്യം നോക്കാം. നിങ്ങൾ നോക്കൂ. അപ്പൊ അടുത്ത ഭാഗത്തിന്റെ പേര് ഗോഡ് റിപ്ലൈസ് എന്നാണ്. അതായത് ദൈവം എന്ത് ചെയ്യുന്നു, മറുപടി കൊടുക്കുന്നു. ദൈവം മറുപടി കൊടുക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ മറുപടിയാണ് എങ്ങനെ വരുന്നത്, നമ്മുടെ ഈ പോസ്റ്റ് മാസ്റ്ററിന്റെ പേരിൽ വരുന്നത്. അപ്പൊ അയാൾ എഴുതിയ മറുപടിയാണ് ദൈവത്തിന്റെ മറുപടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗോഡ് റിപ്ലൈസ് ആണ് അടുത്ത ഭാഗം. നോക്കിക്കോളൂ നിങ്ങൾ. The following day, Lenjo went to the post office earlier than usual. അപ്പോൾ അടുത്ത ദിവസം ലെഞ്ചോ എന്ത് ചെയ്തു, സാധാരണ ലെഞ്ചോ പോസ്റ്റ് ഓഫീസിൽ പോകുന്നതിനേക്കാൾ നേരത്തെ എന്ത് ചെയ്തു, പോസ്റ്റ് ഓഫീസിലേക്ക് പോയി. He asked the postman if there was a letter for him. എന്നിട്ട് ചോദിച്ചു,
അവിടെ ഉണ്ടായിരുന്ന പോസ്റ്റ്മാനോട് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും ലെറ്റർ ഇവിടെ വന്നിട്ടുണ്ടോ, എനിക്കായിട്ട് എന്തെങ്കിലും ലെറ്ററുകൾ ഇവിടെ വന്ന് കിടപ്പുണ്ടോ എന്നുള്ള കാര്യം ആരോട് അന്വേഷിച്ചു? അവിടെ ഉണ്ടായിരുന്ന പോസ്റ്റ്മാനോട് ലെഞ്ചോ അന്വേഷിച്ചു. The postman handed a letter to him. പോസ്റ്റ്മാൻ ഒരു ലെറ്റർ ഇയാൾക്ക് കൊടുത്തു. ഹാൻഡഡ് എ ലെറ്റർ എന്ന് പറഞ്ഞാൽ ലെറ്റർ എന്ത് ചെയ്യുക, ലെറ്റർ കൈമാറുക. അപ്പൊ പോസ്റ്റ്മാൻ എന്ത് ചെയ്തു, ലെഞ്ചോയുടെ കയ്യിലേക്ക് ഒരു ലെറ്റർ കൈമാറി. The postmaster looked on from the doorway of his office. അപ്പൊ ഇതെല്ലാം തന്റെ ഓഫീസിന്റെ ഡോർവേയിൽ നിന്ന്, അല്ലെ ആ കഥകൊക്കെ ഉള്ള ഭാഗത്ത്, ആ കഥയിൽ കൂടി എന്ത് ചെയ്യണം, കഥയുടെ സൈഡിൽ വന്നിരുന്ന അയാൾ നോക്കിക്കാണുകയാണ്. ആരാണ്? പോസ്റ്റ് മാസ്റ്റർ, അല്ലേ? അപ്പൊ പോസ്റ്റ് മാസ്റ്റർ കാണുകയാണ് എന്താണ് നമ്മുടെ ലെഞ്ചോ വരുന്നതും പോസ്റ്റ്മാനോട് തനിക്ക് ലെറ്റർ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത്. പോസ്റ്റ്മാൻ എന്ത് ചെയ്യുന്നു, ഇയാൾക്ക് ലെറ്റർ കൊടുക്കുന്നു. എല്ലാം ആര് നോക്കിക്കാണുകയാണ്? ദൂരെ നിന്ന് നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ നോക്കിക്കാണുകയാണ്. ലെഞ്ചോ ഷോഡ് നോട്ട് ദ സ്ലൈറ്റസ്റ്റ് സർപ്രൈസ് ഓൺ സീയിങ് ദ മണി. ഇപ്പോ ഈ പൈസ കണ്ടിട്ടും ലെഞ്ചോയുടെ മുഖത്ത് സ്ലൈറ്റസ്റ്റ് സർപ്രൈസ് പോലും ഇല്ലായിരുന്നു. വളരെ നേരിയ എന്താണ് അത്ഭുതം പോലും ഇല്ലായിരുന്നു, അല്ലെ? സർപ്രൈസ് ആവുക എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുക, അല്ലെ? അപ്പൊ നേരിയ ഒരു അത്ഭുതം പോലും ഇയാളുടെ മുഖത്ത് കാണാനില്ലായിരുന്നു, ലെഞ്ചോയുടെ മുഖത്ത്. സച്ച് വാസ് ഹിസ് കോൺഫിഡൻസ്. അല്ല, അപ്പൊ അത്രയും കോൺഫിഡൻസ് അയാൾക്കുണ്ടായിരുന്നു, അല്ലേ? ഇപ്പൊ ദൈവത്തിന് നമ്മൾ ആരെങ്കിലും ദൈവത്തിന് കത്തെഴുതി, ദൈവത്തിന് ചിലപ്പോൾ ആൾക്കാരെ കത്തെഴുതുമായിരിക്കും, എന്നിരുന്നാലും തിരിച്ച് റിപ്ലൈ വരുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കൂ? ആരും പ്രതീക്ഷിക്കില്ല. പക്ഷെ ലെഞ്ചോയ്ക്ക് ഇവിടെ വളരെയധികം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്താണ്? തന്റെ കഷ്ടപ്പാട് കണ്ട് താൻ എഴുതുന്ന കത്തിന് ദൈവം എന്ത് ചെയ്യും, ദൈവം റിപ്ലൈ തരും എന്നുള്ള ഹൈ കോൺഫിഡൻസ് ആർക്കുണ്ടായിരുന്നു? ലെഞ്ചോയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ലെഞ്ചോ ദൈവം തിരിച്ച്, അതെ, ദൈവം തന്ന റിപ്ലൈ ലെറ്റർ ഉണ്ടല്ലോ, അത് കണ്ടിട്ടും ലെഞ്ചോയ്ക്ക് ഒട്ടും തന്നെ സർപ്രൈസ്ഡ് ആയില്ല. ലെഞ്ചോ അത്ഭുതപ്പെട്ടില്ല, ആശ്ചര്യപ്പെട്ടില്ല. അതിന്റെ കാര്യം ഇതാണ്, അയാൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ദൈവം എന്ത് ചെയ്യുമെന്നും, ദൈവം സഹായിക്കുമെന്നും ലെറ്റർ എഴുതുമെന്നുള്ള കോൺഫിഡൻസ് ലെഞ്ചോയ്ക്ക് ഉണ്ടായിരുന്നു. But he became very angry when he counted the money. പക്ഷേ ലെഞ്ചോ പൈസ അങ്ങോട്ട് എണ്ണി തെറ്റിപ്പെടുത്തി തുടങ്ങിയപ്പോൾ അയാൾക്ക് എന്ത് തോന്നിയുടെ? അയാൾ ഭയങ്കര ആംഗ്രി ആയി, ദേഷ്യം വന്നു, അല്ലേ? ലെഞ്ചോയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നിയ മണി കൗണ്ട് ചെയ്യാൻ നേരത്ത്. ഓക്കെ, ഗോഡ് കുഡ് നോട്ട് ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക്. ദൈവത്തിന് സംഭവിക്കില്ല, ദൈവത്തിന് തെറ്റ് പറ്റാനുള്ള സാധ്യതയില്ല, അല്ലേ? ദൈവം എന്തായാലും തെറ്റ് കാണിക്കില്ല. Immediately ലെഞ്ചോ went up to the window to ask for paper and ink. വളരെ പെട്ടെന്ന് തന്നെ, ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ലെഞ്ചോ ഇവിടെ പോയി പോസ്റ്റ് ഓഫീസിൽ പോയി ഒരു ഇങ്കിനും പേപ്പറിനുമായിട്ട് ആവശ്യപ്പെട്ടു. അതൊക്കെ എടുത്തു വെച്ച് ലെഞ്ചോ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, he sat at the public writing table. He started to write. എന്നിട്ട് പബ്ലിക് റൈറ്റിംഗ് ടേബിൾ, അതായത് സ്വാഭാവികമായിട്ട് പോസ്റ്റ് ഓഫീസ് എന്തെങ്കിലും നമുക്കൊരു റൈറ്റിംഗ് ടേബിൾ അവിടെ കാണും, നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവിടെ വെച്ച് എഴുതാനുള്ള കാര്യത്തിന് വേണ്ടിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ടേബിൾ ഉണ്ട്, പബ്ലിക് റൈറ്റിംഗ് ടേബിൾ എന്നാണ് അതിനെ പറയുന്നത്. അതിന്റെ അടുത്ത് നമ്മുടെ ലെഞ്ചോ വന്നിരുന്നു. എന്ത് ചെയ്യണം, എന്ത് ചെയ്തു, എന്തോ എഴുതുകയാണ്, അല്ലേ? ഒരു ലെറ്റർ എഴുതുകയാണ്. ഓക്കെ, and started to write. എഴുതി തുടങ്ങി. എന്താണ്? when he finished he went to the window to buy a stamp. അപ്പോൾ ലെറ്റർ എഴുതി കഴിഞ്ഞു, ലെറ്റർ എഴുതി ഫിനിഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഓഫീസിലേക്ക് ചെന്ന് എന്ത് ചോദിച്ചു, ഒരു സ്റ്റാമ്പ് വേണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടു. സ്റ്റാമ്പ് വാങ്ങിച്ചു. he licked the stamp and then affixed it on the envelope with a thumb of his fist. ഓക്കെ, അപ്പോൾ സ്റ്റാമ്പ് വാങ്ങിച്ചു. സ്റ്റാമ്പിൽ എന്ത് ചെയ്തു, ഇങ്ങനെ നക്കി, സ്റ്റാമ്പ് നക്കിയിട്ട് ഇങ്ങനെ പശയൊന്നും ഇല്ലാതെ നക്കിയിട്ട് ശേഷം എന്ത് ചെയ്തു, അത് ആ എൻവലപ്പിലായിട്ട് ഇങ്ങനെ അഫിക്സ് ചെയ്ത് വെക്കുക. അഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒട്ടിച്ചു വെക്കുക. ഓക്കെ, എങ്ങനെയാണ് ഒട്ടിച്ച്? തമ്പ് കൊണ്ടാണ്, അല്ലേ? തള്ള വിരൽ കൊണ്ട് എന്ത് ചെയ്തു, അതിങ്ങനെ ഒട്ടിച്ചു വെച്ചു. എൻവലപ്പ് എന്ന് പറഞ്ഞാൽ കവർ. ഓക്കെ, അഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒട്ടിച്ചു വെക്കുക. ഓക്കെ, തമ്പ് എന്ന് പറഞ്ഞാൽ തള്ള വിരൽ. ഓക്കെ ആണല്ലോ, ശരി. അതങ്ങനെ ഒട്ടിച്ചു വെച്ചു, സ്റ്റാമ്പ് ഒട്ടിച്ചു വെച്ചു അതിലേക്ക്. The moment the letter fell into the mailbox, the postmaster went to open it. അപ്പോൾ ലെറ്റർ മെയിൽ ബോക്സിനകത്ത് വീണ ഉടനെ ആര് പോയി? നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ അങ്ങോട്ട് പോയി. എന്നിട്ട് എന്ത് ചെയ്തു, ആ ലെറ്റർ എന്താണ്, അയാൾക്ക് ആകാംക്ഷയുണ്ട്, ലെഞ്ചോ എന്തായിരിക്കും ദൈവത്തിന് തിരിച്ച് മറുപടിയായിട്ട് എഴുതിയിരിക്കുക എന്നുള്ള കാര്യം അറിയാൻ പോസ്റ്റ് മാസ്റ്ററിന് ആകാംക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്തു, ഓടിച്ചിട്ട് എന്ത് ചെയ്തു, ആ ലെറ്റർ ഇങ്ങനെ പുറത്തേക്ക് എടുത്തു. എന്താണെന്നുള്ള കാര്യം അറിയാൻ ലെറ്റർ പുറത്തേക്ക് എടുത്തു. ഓക്കെ,